വളരെ വൈകാരികമായ മുഹൂർത്തങ്ങളാണ് നമ്മൾ വിധി പ്രഖ്യാപിക്കുന്ന ദിവസം കല്യോട്ട് കണ്ടത്. അതിന്റെ തുടർച്ച തന്നെയായിരിക്കും ഇന്നും ഇവിടെ ഉണ്ടാവുക. ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ബന്ധുക്കൾ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരൊക്കെ തന്നെ ആ ഒരു വിധിക്ക് എത്രത്തോളം അവർക്ക് പ്രിയപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വെട്ടിനുറുക്കിയവർക്കെതിരെ എത്രത്തോളം മാതൃകാപരമായ നിയമ നടപടിയാകുമോ ഉണ്ടാവുക, അതിനുള്ളൊരു കാത്തിരിപ്പിലേക്ക് ഉള്ള തയ്യാറെടുപ്പിലേക്കാണ് അവരെല്ലാവരും തന്നെ പോകുന്നത്. മാത്രമല്ല, വെറുതെ വിട്ട പ്രതികൾക്ക് നേരെ അപ്പീൽ കൂടി നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നേരത്തെ റിയ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂറുമാറിയ അഭിഭാഷകന് നേരെയും നിയമ നടപടിക്ക് ഒരുങ്ങാനുള്ള സാധ്യത കൂടി നിൽക്കുന്നുണ്ട്. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയാതെ വയ്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിധി വന്നതിന് ശേഷം ശരത്ലാലിനെയും കൃപേഷിനെയും കുടുംബങ്ങൾക്ക് നേരെ വലിയ തോതിൽ സൈബർ ആക്രമണം നടത്തുന്നു. അതിന് മുൻകൈയെടുക്കുന്നത് CPM-ന്റെ ഏരിയ നേതൃത്വവും ജില്ലാ നേതൃത്വവും തന്നെയാണ് എന്നത് വലിയ തോതിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സമയത്താണ് നമ്മളോടൊപ്പം ഇപ്പോൾ ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ ചേരുന്നത്. ചേട്ടാ, വിധി അല്പസമയത്തിനകം വരും. വിധി വരാൻ കാത്തുവെക്കുകയാണ്. ഇപ്പോൾ മണിക്കൂറേ ഇല്ലു. അപ്പോൾ ഏതായാലും നമ്മൾക്ക് ഈ പ്രവൃത്തിയുടെ ഇത്രയും വ്യസനം സഹിച്ചും ത്യാഗം സഹിച്ചും ഈ സർക്കാരിനോട് നേരിട്ട് മുട്ടിയും കിട്ടിയ ഇത്രയും വലിയ ഒരു വിധി വരുന്ന ദിവസമാണ്. അപ്പോൾ അതിനെ വളരെയധികം പ്രതീക്ഷയോടെ കാണുന്നു. അത് എന്തു തന്നെ ആയാലും കുറ്റക്കാർക്കെതിരെ അതിന് തക്കതായ ശിക്ഷ, അത്രയും കാഠിന്യമേറിയ ഒരു ശിക്ഷ കിട്ടുന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. പിന്നെ 10 പേരെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു നിരാശാജനകമായ കാര്യമാണ്. പക്ഷേ അവരെ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും, തെളിവുകൾ അഭാവത്തിലാണെന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ എന്തു തന്നെ ആയാലും അതിനെ അപ്പീൽ പോകും. നമ്മൾ കൂട്ടായി തീരുമാനിച്ച് മുമ്പോട്ടുള്ള കേസുമായി വന്ന നിയമപരമായ കാര്യങ്ങളിൽ കൂടി ഞങ്ങൾ മുമ്പോട്ട് പോകും. അതാണ് ഈ 6 വർഷം പോയിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിടാൻ നിൽക്കുന്നില്ല. ഇനി എല്ലാ കാലം എത്ര കണ്ട് നമ്മൾ പ്രയത്നിച്ചാലും എത്ര കഷ്ടപ്പാട് വന്നാലും ഈ പ്രതികളെ കൂട്ടിലടക്കാനുള്ള ഒരു പ്രതിബദ്ധത നമ്മൾക്കുണ്ട്. അതിനായി ഞങ്ങൾ മുമ്പോട്ട് പോകും. അത് ഈ നാടിനും നമ്മുടെ കേരളത്തിന് തന്നെ ഈ സമൂഹത്തിന് തന്നെ ഒരു രക്ഷകയും ഒരു സന്ദേശവുമായിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ എല്ലാ കാര്യത്തിൽ. അതിനൊക്കെ ശിക്ഷ കിട്ടട്ടെ. അത് വിശ്വാസമുണ്ട് കോടതിയിൽ. അത് മണിക്കൂറില്ല നമുക്കറിയാം. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ദുഷ്പ്രചരണങ്ങൾ നമ്മുടെ അടുത്ത ദിവസങ്ങളായി കണ്ടു അല്ലേ? അത് ഇവരുടെ ഭാഗമായിട്ടാണ്. കൊല്ലുന്നവർക്ക് എന്താ ഈ പ്രചരിപ്പിക്കുന്ന വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഇതിൻ്റെ സത്യാവസ്ഥ നമ്മളെ കുട്ടികൾ സത്യസന്ധമായും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ നാട്ടിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയോ സാംസ്കാരിക പരിപാടിയോ കലാപരമായോ ഇങ്ങനെ വളരുന്നതിലുള്ള ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ തുടങ്ങി. മാധ്യമങ്ങളോ ഇതുപോലെ നിങ്ങൾ ആൾക്കാർ പുറം ലോകം സത്യങ്ങൾ പുറത്തു വരുമ്പോൾ അവർക്ക് അസ്വസ്ഥരാണ്. അപ്പോൾ അവർ വീണ്ടും ഈ നീചപ്രവൃത്തി ചെയ്യുകയും അതിനെ അവരെ കുറ്റക്കാരായി കാണാൻ വേണ്ടിയിട്ട് എഴുതുന്ന കള്ളക്കഥകളും നുണപ്രചരണങ്ങളാണ് ഇപ്പോൾ. അത് വെറും നീചമായൊരു പ്രവൃത്തിയാണെന്ന് പറയാം. അതിൽ CPM എന്ന പാർട്ടിയിലെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ചെയ്യുന്നത്. അത്ര കണ്ട് അധപ്പത്തിച്ചു പോയി ആ പാർട്ടി. അവർക്ക് പിടിച്ചു നിൽക്കാനോ ഇവരെ ക്രിമിനലാക്കാനോ ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇവരെ മോശക്കാരായി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളത്തെ, അതായത് നമ്മൾക്ക് അറപ്പ് തോന്നും അത് വായിച്ചാൽ. അത്രയ്ക്ക് നീചവും നിന്ദ്യമായ രീതിക്കാണ് ഇവർ ഓരോ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എത്ര ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരത് വിടൂല. അത് അങ്ങനെ തന്നെ വളരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് ഇനിയിപ്പോൾ ഈ ജനങ്ങൾ ഇതുകൂടി അറിയുമ്പോൾ ഇവർ എത്ര കണ്ട് നിന്ദ്യരാണ് ഈ നാട്ടിൽ, എത്ര കണ്ട് ദുഷ്പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നതെന്നുള്ള ബോധമാണ് ജനങ്ങൾക്ക് വരാൻ പോകുന്നത്. അത് ഇവർക്ക് അറിയുന്നില്ല. ഇവർ ഉദ്ദേശിക്കുന്ന ഇവർ മോശക്കാരായി വെച്ച് കഴിഞ്ഞാൽ ഇവർ മോശക്കാരാകുന്നെങ്ങനെ? ഇവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മോശക്കാരാകൂലല്ലോ. അതേ ജീവിതത്തിൽ അവരെ പ്രവർത്തനം കാര്യങ്ങളും ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഏത് രീതിക്ക് ജീവിച്ചു, എന്തൊക്കെ പ്രവർത്തനം നടത്തിയൊന്നും. അപ്പോൾ ആ ഇമേജ് കളയുക. അവർ തെറ്റുകാരാന്ന്, അവർ മോശക്കാരാന്ന് എന്ന് വരുത്തി തീർത്തും കൊണ്ട് അവരെ കൊല്ലേണ്ടവരാണെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാനാണ് ഈ പുറത്ത് ചെയ്യുന്നത്. അപ്പോൾ അധപ്പതിച്ച രീതിയിലുള്ള വെറും എന്താ പറയേണ്ട, അതിന് വാക്കുകളില്ല. ആ രീതിക്കാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൽ നമുക്ക് ഇത് ഒന്നുമില്ല. ജനങ്ങളത് വിശ്വസിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് ജനങ്ങൾ അഥവാ വിശ്വസിക്കുന്നത് എന്താ, ഇവരെക്കുറിച്ചുള്ള നീചത്വങ്ങൾ മാത്രമേ കൂടുതലായി ഇവരെ മനസ്സിനകത്തേക്ക് വരൂ. അത്രയും മോശക്കാരായിട്ട് അവർ ചിത്രീകരിക്കുവാൻ ഇവരെ. ജയലക്ഷ്മി, ഇത്തരം കാര്യങ്ങളാണ് കുടുംബത്തിന് പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഒരു ദുഷ്പ്രചരണം നടന്നു. അതിനെതിരെ ഇപ്പോൾ പോലീസിന്റെ മുൻപിലേക്ക്, SP-ക്ക് മുൻപിലേക്ക് നേരിട്ട് നിയമ നടപടിയുമായി കുടുംബം എത്തിയിരിക്കുന്നു. അതിൽ കൂടി വലിയ തോതിലുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ CPM-ന്റെ ഏരിയ ജില്ലാ നേതൃത്വങ്ങൾ പോലും ഒരിക്കൽ കൂടി പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. കാരണം CPM-ന്റെ ഉദുമ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, SFI-യുടെയും DYFI-യുടെയും ഒക്കെ തന്നെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പോലും ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ തന്നെ ഷെയർ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നേരെയും ഒരു നിയമ നടപടി ശക്തമായി ഉണ്ടാവണമെന്ന ആവശ്യം തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ശക്തമായ നിയമ നടപടി ഉണ്ടാകണം. കുറ്റക്കാർ പുറത്തു വരണം. ആ കുടുംബം ആഗ്രഹിക്കുന്ന പോലെ മാതൃകാപരമായ ശിക്ഷ ലഭിക്കുക തന്നെ വേണം എന്നുള്ളതുമാണ് നമ്മളുടെയും പക്ഷം.